Hi dears, welcome to Englu. Let me start with wishing you a very happy and great Sunday, a very great weekend. നമ്മളെല്ലാവരും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്കൊക്കെ എപ്പോഴൊക്കെ അവസരങ്ങൾ കിട്ടുന്നു അപ്പോഴൊക്കെ നമ്മൾ പൊതുവെ സംസാരിക്കാറുണ്ട്. നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ കാര്യങ്ങളിൽ ഫലപ്രദമായി അവതരിപ്പിക്കാനുമൊക്കെ നമ്മൾ സംസാരം അതല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് ലോകത്തിൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനകം നടന്നു കഴിഞ്ഞവയും ഇപ്പോഴും ഒരുപാട് പഠനങ്ങൾ നടക്കുന്നു. പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ച് എപ്പോഴും എവിടെയും മാനേജ്മെൻ്റ് ആവട്ടെ, ലീഡർഷിപ്പ് ആവട്ടെ, ഇൻ്റർവ്യൂ ആവട്ടെ, അതല്ലെങ്കിൽ അങ്ങനെ ഏതു കാര്യങ്ങളാവട്ടെ, പേഴ്സണൽ ലൈഫ് ആവട്ടെ, ഇപ്പോൾ നമ്മുടെ വിവാഹം, അതുപോലെ നമ്മൾ സ്റ്റുഡൻസ് ആവുന്ന സമയത്ത്, നമ്മുടെ മാരിറ്റൽ ലൈഫിൽ, അങ്ങനെ തുടങ്ങി പേഴ്സണൽ ലൈഫിലാവട്ടെ, വർക്ക് സ്പേസിലാവട്ടെ, കമ്പനികളിലാവട്ടെ, ഓർഗനൈസേഷനിലാവട്ടെ, എവിടെയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇഷ്ടപ്പെടുന്നതും അതുപോലെ കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നതും. ചില ആളുകൾ നന്നായി സംസാരിക്കും, ചില ആളുകൾ വളരെ കുറച്ച് മാത്രമായിരിക്കും, ചില ആളുകൾ ഒരു മീഡിയം ലെവലിലായിരിക്കും അവരുടെ സംസാരം. എനിവേ, എങ്ങനെയാണെങ്കിലും നമ്മൾ കൂടുതൽ സംസാരിക്കുന്നയാളാണോ അതല്ല സംസാരിക്കാത്തയാളാണോ നമ്മൾ വിലയിരുത്തുക. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരെ കേൾക്കാറുണ്ടോ? എപ്പോഴെങ്കിലും കേൾക്കാറുണ്ടോ? ലിസൺ. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ സംസാരിക്കുന്നത് മറ്റൊരാൾ കേൾക്കണമെന്ന് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനോട്, അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട്, അതല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം പൂർണ്ണമായും കേൾക്കാത്തൊരവസ്ഥയിൽ അദ്ദേഹം അതിനിടയ്ക്ക് കയറി സംസാരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മളാരും അത് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? യെസ്. സോ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്, പറയുന്നത്. ലിസണിങ്ങിൻ്റെ ചെറിയൊരു പാർട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ ലിസണിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്, അതല്ലെങ്കിൽ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്നിടത്ത് പ്രധാനമായും നമ്മളതാണ് പറഞ്ഞത്, ലാംഗ്വേജ് പഠിക്കുന്നിടത്ത് ലിസണിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്. ഇന്ന് നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ലിസണിങ് എന്തു പങ്കാണ് വഹിക്കുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളെല്ലാവരും എപ്പോഴും നമ്മെ മറ്റുള്ളവർ കേൾക്കണമെന്ന് താല്പര്യപ്പെടുന്നവരാണ് അല്ലേ? നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം, കേട്ടിട്ട് അതിനനുസരിച്ച് മറുപടി പറയണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ തയ്യാറാവാറുണ്ടോ എന്നതാണ് ചോദ്യം. മറ്റുള്ളവർ പറയുമ്പോൾ അത് നമ്മൾ ശരിക്കും കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ടാവും, പക്ഷേ റിയലി കേൾക്കാറുണ്ടോ? അതെന്തിനാണ് അങ്ങനെ കേൾക്കുന്നത്? ലിസണിങ് ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി എ മാൻ ക്യാൻ ഹാവ്. മറ്റുള്ളവരെ കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമാകാവുന്ന ഏറ്റവും മികച്ചൊരു ക്വാളിറ്റിയാണ്. നമ്മളിൽ ആ സ്കില്ലുണ്ടെങ്കിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനാവും. നമ്മളിൽ ആ സ്കില്ലുണ്ടെങ്കിലാണ് നമുക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത്, നല്ല ലീഡർഷിപ്പ് ഉണ്ടാവുന്നത്, നല്ല വളർച്ചകൾ ഉണ്ടാവുന്നത്, നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാവുന്നത്. ലിസണിങ് സ്കില്ലില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ആരും ഇഷ്ടപ്പെടില്ല. അദ്ദേഹം പറയുന്നതൊന്നും കേൾക്കില്ല, പിന്നെ എന്താണ് പറഞ്ഞിട്ട് കാര്യം? എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുകയേ വേണ്ട. അങ്ങനെ ആയിരിക്കും കോമൺ ആയിട്ട് നമ്മെക്കുറിച്ച് പറയുന്ന അഭിപ്രായം. സോ നമ്മളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഒരു നല്ല ലിസണർ ആണോ എന്നതാണ്. പേഴ്സണൽ ലൈഫിലാണെങ്കിൽ, നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കേൾക്കാറുണ്ടോ? നിങ്ങളൊരു ഹസ്ബൻഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ കേൾക്കാറുണ്ടോ? നിങ്ങളൊരു വൈഫാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ കേൾക്കാറുണ്ടോ? എങ്ങനെയാണ് കേൾക്കേണ്ടത്? ആക്റ്റീവ് ലിസണർ ആകണം നമ്മൾ. ബി ആൻ ആക്റ്റീവ് ലിസണർ. ആളെന്തെങ്കിലും അവിടെ പറഞ്ഞോട്ടെ, ഞാനതിങ്ങനെ കേട്ടുകൊള്ളാം എന്ന രീതിയിലാവരുത്. പ്രത്യേകിച്ചും ഡിവൈസുകളുടെ കാലത്ത്, ഡിവൈസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത് മുതൽ നമ്മൾ വീട്ടിലെത്തിയാൽ പോലും നമ്മോട് സംസാരിക്കാൻ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന ആളുകളെപ്പോലും നമ്മൾ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു.
മൊബൈൽ ഫോണിൽ ഞെക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നയാൾ എന്താണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹം എന്നെയല്ല കേൾക്കുന്നത് എന്നാണ്. സോ സീരിയസ്ലി വി ഹാവ് ടു തിങ്ക് ഓഫ് ഇറ്റ്. നമ്മുടെ ബന്ധങ്ങളെ മുറിച്ച് കളയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മൾ നന്നായി ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ലിസൺ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് ലിസണിങ്. ലിസണിങ്ങിന് ശേഷമാണ് സ്പീക്കിംഗ് ആരംഭിക്കേണ്ടത്. നമ്മൾ നമ്മുടെ വൈഫിനെ കേൾക്കണം, നമ്മുടെ ഭർത്താവിനെ കേൾക്കണം, നമ്മുടെ കുട്ടികളെ കേൾക്കണം, നമ്മുടെ സ്റ്റുഡൻസിനെ കേൾക്കണം, നമ്മുടെ കോവർക്കേഴ്സിനെ കേൾക്കണം, നമ്മുടെ ഫ്രണ്ട്സിനെ കേൾക്കണം, എല്ലാവരെയും കേൾക്കണം. എങ്ങനെയാണ് കേൾക്കുന്നത്? ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഉദാഹരണത്തിന് നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ വൈഫ്, എസ്പെഷ്യലി ദ സൈക്കോളജി ഓഫ് വുമൻ എന്താണ്? അവർ പറയുന്നതൊരാൾ കേൾക്കുക എന്നതാണ് പ്രധാനം. അതിന് പരിഹാരമൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് പറയാനുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് നമ്മൾ കേട്ടുകൊടുക്കുക. അതിനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെയല്ല. നിങ്ങളുടെ അടുത്തുള്ള ഒപ്പീനിയൻ കൂടെ കിട്ടാൻ വേണ്ടിയായിരിക്കും. നിങ്ങൾക്ക് നൽകുന്ന ഒരു അംഗീകാരം കൂടിയാണത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഓർ പ്രൊഫഷണൽ ലൈഫിനെക്കുറിച്ച്, അതിലെ കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മളത് നന്നായി ലിസൺ ചെയ്യണം. സീരിയസ് ആയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഫണി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, സാഡായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റേതായ രീതിയിലായിരിക്കുമല്ലോ ഓരോരുത്തരുടെയും എക്സ്പ്രഷൻ. അതിനനുസരിച്ച് തിരിച്ചു പ്രതികരിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് നമ്മളൊരു ആക്റ്റീവ് ലിസണറാകുന്നത്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് സംസാരിച്ചങ്ങ് തീർക്കാമെന്ന് വിചാരിക്കരുത്. ആദ്യം വേണ്ടത് ലിസണിങ് ആണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളും നമ്മുടെ ഫ്രണ്ടും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, നമ്മളും നമ്മുടെ പാർട്ട്ണറും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, ലൈഫ് പാർട്ട്ണർ ആവട്ടെ, ബിസിനസ് പാർട്ട്ണർ ആവട്ടെ, ആരുമാവട്ടെ, അവരെയൊക്കെ ലിസൺ ചെയ്യാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും അവർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന എക്സ്പ്രഷൻ നമ്മിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുക. ഉപചോദ്യങ്ങൾ ചോദിക്കുക. ഓരോ എക്സ്പ്രഷനും അനുസരിച്ച്, അതല്ലെങ്കിൽ ഓരോ ഫീലിങ്ങും അവർ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എക്സ്പ്രഷനിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുക. സീരിയസ് ആയ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, സാഡായത് അവതരിപ്പിക്കുമ്പോൾ, ഫണി അവതരിപ്പിക്കുമ്പോൾ, അങ്ങനെ ഓരോന്നും പറയുമ്പോൾ, ഹാപ്പിയായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, അതിലെല്ലാം നമ്മളും അവരുടെ ഒരു പാർട്ടാവുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് എംപതറ്റിക്. താതാത്മ്യപ്പെടുക എന്ന് നമ്മൾ കേട്ടുകയാണ്. അതങ്ങനെയാണ്. സോ ബി ആക്റ്റീവ് ലിസണർ, ബി എംപതറ്റിക്. നമ്മുടെ ഫാമിലിയിലാവട്ടെ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാവട്ടെ, അതുപോലെ നമ്മുടെ വർക്ക് സ്പേസിലാവട്ടെ, എവിടെയാണെങ്കിലും ബി എംപതറ്റിക്, ബി ആക്റ്റീവ് ലിസണർ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും മികച്ച ഒരു ലിസണർ ആവുന്നത് വഴി ഏറ്റവും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെയായി നമ്മിൽ ഉണ്ടായി വരുന്നത്. ഒരു നല്ല ലിസണർ അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല ലീഡർ ആവാൻ സാധ്യമല്ല. മറ്റുള്ളവരെ എല്ലാവരെയും കേൾക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ല ഒരു പേഴ്സണും നല്ലൊരു ലീഡറുമൊക്കെ ആവുന്നത്. പലപ്പോഴും ആളുകളെ കേൾക്കാൻ ആളുകളില്ലാത്തത് കൊണ്ടാണ് പലർക്കും കൗൺസിലറുടെ അടുത്തേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഈ പ്രശ്നം ഒരു പരിധിവരെയൊക്കെ നമുക്ക് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ തൊട്ടടുത്തുള്ളവരെ, നമ്മുടെ പാർട്ട്ണറെ നമ്മൾ കേൾക്കാൻ മനസ്സ് വെക്കാതിരിക്കുമ്പോഴാണ് അവർക്ക് മറ്റുള്ള ഇടത്തേക്ക് പോകേണ്ടി വരുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമ്മൾ നിർദ്ദേശിക്കേണ്ടത് എന്നതാണ് നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ കേൾക്കുകയാണ് ആദ്യം വേണ്ടത്. അവർ അതാണ് ആഗ്രഹിക്കുന്നത്. എസ്പെഷ്യലി ഇൻ അവർ മാരേജ് ലൈഫ്, ഫാമിലി ലൈഫ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല ആദ്യം നമ്മൾ നൽകേണ്ടത്, ലിസണിങ് ആണ്. സോ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഒരു വലിയ സ്പീക്കറാവുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നതിനു പകരം നമ്മൾ നന്നായി കേൾക്കാൻ ശ്രദ്ധിക്കുക.
അതാണ് വേണ്ടത്. ബ്രിവിറ്റി ഈസ് ദ സോൾ ഓഫ് വിറ്റ് എന്ന് ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് clever people can express intelligent things using very few words. ബുദ്ധിമാന്മാരായ ആളുകൾ എപ്പോഴും സംസാരിക്കുന്നവരല്ല, വളരെ കുറച്ച് മാത്രമാണ് അവർ സംസാരിക്കുന്നത്. അതിലൂടെ തന്നെ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാൻ അവർക്ക് സാധിക്കും. തിങ്ക് ബിഗ്, ഗോ ബിഗ്, ബി എ ഗ്രേറ്റ് ലിസണർ, മേക്ക് എ ഹാപ്പി ലൈഫ്, പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, ഹാപ്പി സൺഡേ.